കോമഡി മാസ്റ്റേഴ്സ് ദിവ കൃഷ്ണ. നല്ല പേരാണ്, ദിവ കൃഷ്ണ. എന്ത് ചെയ്യുന്നു? പാട്ട് പാടിക്കുന്നു, പാട്ട് പാടുന്നു, പാട്ടിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. എന്താണ് ശരിക്കും ചെയ്യുന്നത് പ്രൊഫഷണലി? ഞാൻ ശരിക്കും ഡയറക്ഷൻ ആണ്, കുറച്ച് ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വലിയൊരു ഡയറക്ടർ ആയിരുന്നു ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഈ പാട്ടിന്റെ ഒക്കെ ലിറിക്സ് മാത്രമല്ല, പിന്നെ ആ പാട്ടിന്റെ പിന്നിലെ കഥ, അല്ലെങ്കിൽ ആ പാട്ട് എങ്ങനെയാണ് അതിന്റെ ഒറിജിൻ ഉണ്ടായത്, അങ്ങനത്തെ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഇൻസ്റ്റ വഴി തരുന്നുണ്ട് അല്ലേ? ഇതെങ്ങനെ ഇതിലേക്ക് കടക്കാനുണ്ടായിരുന്ന? കോവിഡ് ആയിരുന്നോ അതിനൊരു നിമിത്തമായത്? ഇല്ലില്ല, ഇത് ശരിക്കും ഇപ്പോഴും തുടങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ലേ, സിനിമയുടെ പുറകെ ആയിരുന്നു. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടക്കാതെ വന്നപ്പോഴത്തേക്കും ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ട് പോകുന്ന ഒരു സമയത്ത് മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ ഒരുപാട് റിസർച്ച് നടത്തണ്ടേ ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടിന്റെ കാര്യത്തിലൊക്കെ? പണ്ട് മുതലേ പാട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുറെ ഇൻഫോസ് ഒക്കെ അറിയാമായിരുന്നു. പിന്നെ ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ നമ്മൾ. പക്ഷെ ഇതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആണ്. വേറെ കാര്യം പറയട്ടെ, അത് ഡിപ്രഷനിൽ നിന്ന് നമുക്ക് വേറൊരു കഴിവ് കിട്ടും എന്നുള്ളത് വളരെ ഒരു വലിയ സംഭവം തന്നെയാണ്. അപ്പം ഇതുപോലെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അയ്യോ ലൈഫ് തീർന്നു. അങ്ങനെയല്ല, വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്ത് ക്രിയേറ്റീവായിട്ട് ചെയ്യാം, മുന്നോട്ടേക്ക് പോകാമെന്നുള്ളതും കൂടെ ദിവ നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. പാട്ടിന്റെ കാര്യങ്ങളിൽ എങ്ങനെയാണ്? പാട്ട് ഇങ്ങോട്ടേക്ക് ചോദിച്ച് ഞാൻ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയണോ? എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ശരി, ഒരു പാട്ട് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഞാൻ പാടി, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പാടി നോക്കാം. അതിലെന്തെങ്കിലും അതാണോ മിസ്റ്റേക്ക് എന്താന്നുള്ളത് കറക്റ്റ് ചെയ്തൊന്ന് പറഞ്ഞു തരണം. പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി മഴവില്ലു. അത് ഞാൻ ഭയങ്കരമായിട്ട് തെറ്റിക്കും. ആ പാട്ട് നാദിക്ക. പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട്. അതാണ് ചാഞ്ചാടെന്നാണോ? എനിക്ക് അപ്പൊ പാടിക്കോ. അതിലെന്താ? അല്ല, എനിക്ക് എന്റെ ലിറിക്സ് അറിയില്ല. നാദിക്കൊക്കെ ഭയങ്കര കിടിലോ അല്ലേ ഇതില്? അല്ല, ഇപ്പൊ കുട്ടിയുടെ അടുത്ത് പാടാൻ പറഞ്ഞ കുട്ടി പാടു. കുട്ടി അതെ പാടൂ. പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി പറയാനല്ലേ പറഞ്ഞ, പാടാനാ. അങ്ങനെ ആട് ആട് നീ അല്ലല്ല, അവിടെ ഒന്നും അല്ല പ്രശ്നം പറ്റി കഴിഞ്ഞു. പ്രശ്നം പറ്റിയോ? കഴിഞ്ഞു. എന്തായിരുന്നു? പൊന്നോലത്തുമ്പി എന്നൊരു വാക്കില്ല ഈ പാട്ടിൽ. നിങ്ങളെങ്ങനെയാ പാടുന്നത്? അല്ല, സാധാരണ കേൾക്കുമ്പോ പൊന്നോലത്തും, ഞാൻ ഇന്നുവരെ കേട്ടാണ് എന്റെ ചെവിയും കൊണ്ട്. കുരുവിയാണോ? പൊന്നോണത്തുമ്പിയാണോ? അല്ലല്ല, ഞാൻ ദിവയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവ് ഞാനിപ്പോ പറയട്ടെ. പൊന്നോണത്തുമ്പിൽ അല്ലേ? അങ്ങനെയല്ലേ? പൊന്നോല തുമ്പിലാണോ? തുമ്പിലാണ്. പൊന്നോല തുമ്പിൽ. തുമ്പിയല്ല, പൊന്നോലയുടെ തുമ്പിൽ. അങ്ങനെ പാടി നോക്കി. അല്ല, പൊന്നോല തുമ്പിൽ ഇല്ല് ശരിക്ക് കേൾക്കാണ്ടാണ്. അല്ല, കറക്റ്റ് ആയിരിക്കും. എന്താ അറിയോ, നമ്മളിങ്ങനെ അതിന്റെ അർത്ഥം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പൊന്നോല തുമ്പിൽ, പൊന്നോല തുമ്പി എന്ന് പറഞ്ഞ തുമ്പി ഇല്ലല്ലോ, ഓണത്തുമ്പി ഉണ്ട് അല്ലേ? പൊന്നോല തുമ്പിൽ കറക്റ്റ് ആയിരിക്കും. മനസ്സിലായത് ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരണല്ല. ഒരാള് സംശയം പ്രകടിപ്പിച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പടകാളിയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. പടകാളിയുടെ ആർക്കൊന്ന് പറഞ്ഞു നോക്കിക്കേ. പടകാളിയിലെ പടകാളി, ചെങ്കി, ചങ്കിരി, പോക്കിരി, പീക്കിരി. ഞാൻ പാടിയിട്ടില്ല. അത് കുഴപ്പമില്ല, പോക്കിരി നിന്നു. വെറുതെ കവിത പറയുന്ന പോലെ പറഞ്ഞാലും മതി, കുഴപ്പമില്ല. പടകാളി, ചെക്കി, ചങ്കിരി, ചെങ്കി, ചങ്കി, ചങ്ക്, ചേരിച്ചങ്കരി, പടകാളി, ചണ്ടിന്നുണ്ടോ? ചണ്ടിന്നുണ്ട്. ഓക്കെ, പടകാളി ചണ്ടി വരുന്നുണ്ട്. ബാക്കി പഠിക്കോ? പടകാളി, ചണ്ടി, ചങ്കിരി, ചേക്കിരി. അറിയില്ല. അല്ല, അറിയില്ല. ചേച്ചി ദിവ പറഞ്ഞേ, പാടിക്ക്. ശരിക്കും പോക്കിരി മാക്കിരി എന്നാണ് ഭൂരിഭാഗം പേര് പാടുന്നത്. ശരിക്കും ഒരു ദേവിയുടെ സ്തുതിയാണ് ബിച്ചു തിരുമല അതിൽ എഴുതിയിട്ടുള്ളത്. കാളി, പടകാളി, ചണ്ടി, ചങ്കരി, പോർക്കലി, മാർഗിനി, ഭഗവതി. പടകാളി, ചണ്ടി, ചങ്കരി, പോർക്കലി, മാർഗിനി, ഭഗവതി, അടിയനിൽ അലിവോടും നിത്തിരി കനിയണമേ. വേറെ പാട്ടുകൾ ഇതുപോലെ നമുക്ക് കൺഫ്യൂഷൻ അടിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും കാലം തെറ്റി പാടുന്ന പാട്ട്? തെങ്കാശി പട്ടണത്തിലെ ഒരു സിംഹമലയും കാട്ടിൽ എന്ന് പറഞ്ഞൊരു പാട്ട്. അതിന്റെ ഇടയിൽ ഒരു റാപ്പ് പോർഷൻ വരുന്നുണ്ട്. അതൊരു ഇംഗ്ലീഷ് അല്ലേ? അല്ല, മലയാളം തന്നെയാണ്. അയ്യോ, അത് ഈ ഇടയ്ക്ക് നമ്മൾ അത് കേട്ടായിരുന്നു. പക്ഷെ അത് ശരിക്കും സിത്താറിൽ തരഫിട്ട് ചിട്ട വെച്ച് താളമിട്ട് ചിട്ടാസ്വരം ഒരുക്കി പാടടി സരിഗമ എച്ചുകെട്ട മൃദംഗത്തിൽ എട്ടുകെട്ട ശ്രുതിയിട്ട് പക്കാല കച്ചേരി പാടടി പതനിസ. സിത്താറിൽ തരഫിട്ട് ചിട്ട വെച്ച് താളമിട്ട് ചിട്ട സ്വരമൊരുക്കി പാടടി സരിഗമ. സിത്താറിൽ തരഫിട്ട്, തരഫ് എന്ന് പറഞ്ഞത് സ്ട്രിങ്സ് ആണ്. തരഫ് ചിട്ട വെച്ച് താളമിട്ട് ചിട്ട സ്വരമൊരുക്കി പാടടി സരിഗമ.
എച്ചുകെട്ട മൃദംഗത്തിൽ 8 കെട്ട ശ്രുതിയിട്ട് പക്കാല കച്ചേരി പാടടി പതനിസ. അതന്നെ അതന്നെ, അത് correct. അതൊന്നും എനിക്ക് സ്പീഡിൽ പറയാൻ പറ്റും. എച്ചുകെട്ട മൃദംഗത്തിൽ 8 കെട്ട ശ്രുതിയിട്ട് ചിത്താൽ തരഫിട്ട് ചിട്ട വെച്ച് താളമിട്ട് ചിട്ടാസുരം ഒരുക്കി പാടടി സരിഗമ എച്ചുകെട്ട മൃദംഗത്തിൽ 8 കെട്ട ശ്രുതിയിട്ട് പക്കാല കച്ചേരി പാടടി പതനിസ. പക്കാല കച്ചേരി പാടടി പതിനിസ. ഇതൊക്കെ നമ്മൾ എന്ന് പഠിച്ചെടുക്കും വിട്ടേക്ക്. അത് വേണ്ട. ഈ കഥകൾ ഉണ്ടാവില്ലേ ഓരോ സിനിമകളുടെ, ഓരോ പാട്ടിന്റെ പിന്നിലുണ്ടാവുന്ന കഥ, അങ്ങനെ ഏതെങ്കിലും നാദിക്കേട് നമുക്ക് ചോദിച്ചാലോ? നാദിക്കേട് ഏതെങ്കിലും ഞാൻ പാട്ടിന്റെ പുള്ളിയെ കഥ കാണുമ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്ന എന്തിന്റെ കഥയാണ്? ഒരു ചോദ്യമുണ്ട്. മക്കസായി മക്കസായി റംബംബോ, എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത് ലാ, 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 ലാ. ഒരു ആലോചിക്കുന്ന കാര്യം. അല്ല, മക്കസായി എന്നുള്ള വേർഡ് സിംഗപ്പൂരോ മലേഷ്യ ഏതോ ഇതില് നമസ്കാരം എന്നോ എന്തൊരു വേർഡാന്ന് പറയുന്നത്. അങ്ങനെയാ? അന്ന് അന്ന് ഞാൻ ഭയങ്കര സംശയം- extreme ഈ അർത്ഥമായി. മക്കസായി റംബം എന്ന് പറയുമ്പോ അങ്ങനെ എന്തൊരു വേർഡാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മക്കസായിക്ക് കറക്റ്റ് ഒരു അർത്ഥം നമുക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ? അല്ല, ഞാൻ അതിനെന്തൊരു അർത്ഥമുണ്ട് ഉണ്ട്. ആ ഭാഷയിൽ. നാദികയ്ക്ക് അറിയില്ല. മലയാളത്തിലില്ല. ആ, മലയാളത്തിലില്ല. ഇന്തോനേഷ്യൻ ആണോ? ഏതാ? ഇന്തോനേഷ്യൻ ഭാഷയാണോ? ഇന്തോനേഷ്യൻ ആണോ മലേഷ്യ ആണോ തായ്ലൻഡ് ആണോ എനിക്കറിയില്ല. ട്രെയിലർ വിടാൻ പറ്റിയ സാധനം. നാദിഷിക്ക കൊഴിയുന്നു. അതെ. ആ വാക്കിന് ഞാൻ ഉത്തരവാദി അല്ല. ഓ, നൈസായിട്ട് ക്ലിയർ ആയി. അതിൽ തന്നെ പുള്ളിക്കാരൻ മണിച്ചേട്ടനെ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട് ഏറ്റവും നല്ല മികച്ച നടൻ. അത് തെറ്റാണ്. എന്തുപറ്റി? എന്റെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്ക് ഉണ്ട് അതില്. നല്ല മികച്ച ഏറ്റവും നല്ല മികച്ച നടൻ അങ്ങനെ ഏറ്റവും പറയില്ല. മികച്ച അത് നടൻ. അത് ആ ഒരു ഫ്ലോയില് അന്ന് അങ്ങനെ പാടിപ്പോയി. അന്ന് ആരും അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല. പക്ഷെ അതിനുശേഷം നമ്മുടെ നടൻ സിദ്ദിഖായാണ് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത്, പാട്ടെല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അതിനകത്തൊരു തെറ്റുണ്ട്. ഞാൻ പറഞ്ഞു, എന്താണ് ഏറ്റവും നല്ല മികച്ച നടനുള്ള ഏറ്റവും നല്ല മികച്ച നടൻ എന്ന് പറയുമോ? ഏറ്റവും ഒന്നില്ലെങ്കിൽ ഏറ്റവും മികച്ച നടൻ, അല്ലെങ്കിൽ ഏറ്റവും നല്ല നടൻ. ഏറ്റവും നല്ല മികച്ച നടൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ലതിന്റെ നല്ലത്. പിന്നല്ല ഫാന്റാബുലസ് എന്ന് പറയുന്ന പോലെ. ഞാൻ പറഞ്ഞ മികച്ച നല്ലതിനേക്കാളും കുറച്ചുകൂടി സൂപ്പർ. സൂപ്പർ. അപ്പൊ സിദ്ദിഖർ അപ്പൊ സിദ്ദിഖിക്ക ഓഹോ, അങ്ങനെയാണ് ഞാൻ ശബ്ദധാരാവലി ഒന്നുകൂടെ നോക്കിയിട്ട് വിളിക്കാം. അന്ന് എനിക്ക് സിദ്ദിഖ തിരുത്തി തന്നായിരുന്നത് അത്. പക്ഷെ അതിന്റെ തെറ്റ് ഞാൻ ഇപ്പോഴും സംഭവിക്കുന്നത് അത് തെറ്റ് തന്നെയാണ്. ഈ പാട്ടുകളൊക്കെ നമ്മൾ പാടിക്കൊണ്ടിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ശരിക്കും നമ്മളല്ല, ഏകവചനം. ഞാൻ പാടിക്കൊണ്ടിരുന്നത് തെറ്റായിട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ ഇന്ന് പഠിച്ചിരിക്കുകയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് പരിചയപ്പെട്ടതിൽ. ഇനിയും ഒരുപാട് വീഡിയോസ് ഒക്കെ ഇടാം. ഞങ്ങൾക്ക് ഇനിയും ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.